ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ശ്രീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഔട്ട് വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് പ്ലേസസ് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളൊരു സൺഡേ ആണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കണ്ട ഒരു സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും തന്നെ വീട്ടിലൊക്കെ ഇരുന്ന് മടുത്തു. അപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ ആവുമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിനാണ് പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ടൗണിലെത്തിയപ്പോഴേക്കും അവൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ ഒരു ട്രിപ്പിലില്ല. കാരണം കുറച്ച് പേരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, അവർക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ടാണ് പോയത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അവളുടെ വീട്ടിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയ സ്ഥലം തട്ടേക്കാട്, അതുപോലെ തന്നെ ഭൂതത്താങ്കെട്ട്. അവിടെ ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ പോയത്. ഞാനിവിടെ രണ്ട് സ്ഥലത്തും ആദ്യമായിട്ടാണ് പോകുന്നത്. ബാക്കി എല്ലാവരും ഭൂതത്താങ്കെട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന ആ ഒരു റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലൊരു കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ലൊരു വൈബായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ആദ്യം തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ തന്നെ ഓപ്പോസിറ്റ് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം അവിടെ പോയി, പക്ഷെ അമ്പലം അന്നേരത്തേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് നിന്ന് തൊഴുതു. അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു പുഴയാണ് കേട്ടോ ഇത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടും പോകണമെന്ന് വിചാരിച്ച ഒരു സ്പോട്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇതാണ് ആ സ്ഥലം. നമ്മൾ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കണ്ടതാണ് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചു റീലിലൊക്കെ ഉള്ള ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അല്ല, അതിലും അടിപൊളിയാണ്. വീഡിയോയിൽ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ കൂടെ ഒരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 11 മണി തൊട്ട് 1 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് ഭൂതത്താങ്കെട്ടും കൂടെ പോകേണ്ടതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയത്. സത്യം പറഞ്ഞാൽ നമുക്ക് അത്ര നേരത്തെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മഴക്കാലത്താണ് ഇവിടെ ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചാല് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരും. അപ്പം നല്ല രസമാണ്. അതൊക്കെ കടന്ന് വേണം നമ്മൾ അടുത്ത ഇങ്ങനെ പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഉച്ചക്കത്തെ ഫുഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല അടിപൊളി വൈബായിരുന്നു. പക്ഷെ നമ്മളത് ഓർത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു അയ്യോ എടുക്കാമല്ലോ എന്ന് ഓർത്തത്. പക്ഷേ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ ഫുഡും കൂടെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല രസമായിരിക്കും കേട്ടോ. നമ്മളെപ്പോലെ തന്നെ അവിടെ വേറെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ഗ്രീനറി ഉണ്ട്, അതുപോലെ തന്നെ പുഴയും കൂടെ ഒക്കെ ഉള്ളപ്പം നല്ല രസമാണ് ഇങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്.
നമ്മളവിടെ ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം അവിടെ ഇരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ലായിരുന്നു. അവിടെ ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് ഗ്രീനറി ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ മൊത്തം നമുക്ക് പോകാനൊന്നും പറ്റിയില്ല. നമുക്ക് ഭൂതത്താൻകെട്ടിലും കൂടെ പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭൂതത്താൻകെട്ടെത്തി. നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഇനി ഭൂതത്താൻകെട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് അവിടെ പുതിയ പാലമാണ് കേട്ടോ. പുതിയ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. ഇതാണ് പഴയ പാലം. പക്ഷെ നമ്മൾ ആ പഴയ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ സൈഡിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഡാമിൻ്റെ വേറെ ഒരു സ്ഥലമാണ്, വേറൊരു സൈഡാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫെസിലിറ്റി ഈ ഒരു സൈഡിലാണുള്ളത്. ഇവിടെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പം അവിടെ നമ്മൾ കുറേ നേരം ഇങ്ങനെ താനൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മളൊരു 1 hour സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പം ഈ 2 സ്ഥലങ്ങളിലാണ് നമ്മളിന്ന് പോകണമെന്ന് വിചാരിച്ചത്, തട്ടേക്കാടും ഭൂതത്താൻകെട്ടും. അപ്പോൾ എന്തായാലും രണ്ടിടത്തും പോയി. അപ്പോൾ ഒരു 2-2:30 ആയപ്പോൾ നമ്മൾ ഭൂതത്താൻകെട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. നല്ല ലഞ്ചൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോരുകയാണ്. അപ്പം എന്നെ അവൾ വീണ്ടും ടൗണിലേക്ക് കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ച് ബസ്സിന് കയറി എൻ്റെ വീട്ടിലേക്ക് പോന്നു. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.